നേരത്തെ പ്രസംഗിച്ച ഉസ്താദ് പറഞ്ഞു, അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോട് കൂടി മരിക്കാൻ തൗഫീക്ക് തരണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു മരിക്കാൻ നമുക്ക് ഭാഗ്യം വേണമെന്ന്. അത് എല്ലാ മുസ്ലിമീങ്ങളെയും അത് തന്നെയാണ് ഷഹാദത്ത് കലിമ. ആ പറഞ്ഞിട്ട് എന്തായാലും അപകടം സംഭവിച്ച ആ സുഹൃത്തിന് ഹോബിയായിട്ട് വന്നതാണ് മൊഹീദ്ദീൻ ഷേഖ് തങ്ങളെ എന്ന് വിളിച്ചിട്ട്. ഈ സഹോദരന് അവസാനം മരിക്കുമ്പോൾ അപകടത്തിൽ മൊഹീദ്ദീൻ ഷേഖ് തങ്ങളെ എന്ന് വിളിച്ചു. ആ സമയത്ത് മരിച്ചു. ആ സഹോദരന് ഷഹാദത്ത് കലിമ ആയിട്ടുണ്ടോ? രണ്ടാമത്തെ ചോദ്യം ഒന്ന് കഴിഞ്ഞിട്ട് ബാക്കിയാക്കാം ഇൻഷാ അല്ലാഹ്. ചോദ്യം അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ നേരത്ത് ഇസ്ലാം എന്ന് പുറത്തു പോകുന്നുള്ള പ്രശ്നം അതല്ല സുഹൃത്ത് ഉദ്ദേശിച്ചത്. അവസാനത്തെ വാചകം മുഹിയുദ്ദീൻ ഷേഖ് ആവൂലേ എന്നാണ് ഞാൻ പറയുന്നു. മുഹിയുദ്ദീൻ ഷേഖിനെയല്ലേ കാവൽ വിളിച്ചത്? കാവൽ വിളിച്ചാൽ കാവൽ കൊടുക്കുന്ന ആളാണ് മുഹിയുദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ മുഹിയുദ്ദീൻ ഷേഖ് എന്ന് വിളിച്ച മുഅ്മിനിന്റെ അടുത്ത് മുഹിയുദ്ദീൻ ഷേഖ് വരും. അത് വിളിച്ചാൽ അവിടെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ മുഹിയുദ്ദീൻ ഷേഖിന്റെ കഴിവ് കൊണ്ട് അല്ലാഹു അദ്ദേഹത്തിന് കഴിവ് കൊടുത്തിരിക്കും. അപ്പൊ നിങ്ങൾ സംശയിക്കണ്ട. മുഹിയുദ്ദീൻ ഷേഖെ കാക്കണേ എന്ന് പറഞ്ഞാൽ അങ്ങനെ മരിച്ചു പോകൂല. ആ മുഹിയുദ്ദീൻ ഷേഖിന്റെ കാവൽ അപ്പ കിട്ടും. ഉടനെ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടി പറയും. അതും കൂടി പറഞ്ഞിട്ടേ അവൻ മരിക്കൂ. ഇതാണ്. സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരഹ്സനെയാണ് പടച്ചോനായാൾക്ക് ഹിദായത്ത് നൽകട്ടെ. നിങ്ങൾക്ക് ഇതിന്റെ വശം മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മൂത്താപ്പാന്റെ അടുത്തിരിക്കുകയാണ്. ഞാൻ ഈ ക്ലിപ്പിംഗ് കണ്ട അന്ന് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടെന്നറിയോ? നരകം പ്രസംഗിച്ച് പൈസ ഉണ്ടാക്കാനുണ്ടാവില്ല, സ്വർഗം പ്രസംഗിച്ച് പൈസ ഉണ്ടാക്കാനുണ്ടാവില്ല. എനിക്ക് എൻ്റെ മുസ്ലിം സംഘടനകളോട് നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ഏറെ ഇഷ്ടപ്പെട്ട മൂത്താപ്പ, മോനെ നിന്റെ ആദർശം ശരിയാണെന്ന് എനിക്കറിയാം. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ മോനെ, എനിക്ക് താങ്ങാവുന്നതിലധികം ഭാരം നീ എനിക്ക് നൽകരുത്. കരഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, എങ്കിലും മുത്താപ്പ നിങ്ങൾക്ക് ഞാനൊരു ഭാരമാവില്ല. നിങ്ങൾ എന്നെ വിട്ടേക്കൂ. നിങ്ങളുടെ സംരക്ഷണം നിങ്ങൾ എന്നെ ഒഴിവായിക്കൂ. അല്ലാഹു യഹ്സിമുക മിനൻ നാസ്, ജനങ്ങളിൽ നിന്ന് അല്ലാഹു റസൂലിനെ രക്ഷപ്പെടുത്തുന്നു പറഞ്ഞിട്ടുണ്ട്. നബി ഏറെ സഹായിച്ച എത്രത്തോളം എന്നറിയുമോ? സ്വന്തം മക്കളെക്കാൾ നബിക്ക് വിരിയിട്ട് കൊടുത്ത് നബിയെ സ്നേഹിച്ച് നബിക്ക് വേണ്ടി മനസ്സിന്റെ ഉള്ളിൽ പ്രാർത്ഥിച്ച നബിയുടെ മൂത്താപ്പ മരിക്കാൻ കിടക്കുമ്പോൾ റസൂൽ ചെന്നു, മൂത്താപ്പ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും മൂത്താപ്പ. സഹോദരങ്ങളെ, ഈ പുരോഹിതന്മാരുടെ കരാളാസ്തങ്ങളിൽ നിന്ന് ഈ മനുഷ്യരെ രക്ഷപ്പെടുത്താനാണ് ഞങ്ങൾ പ്രസംഗിച്ചിട്ടുള്ളത്. പറയൂ, എന്തിനു നിങ്ങൾ പീഡിപ്പിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും മുത്താപ്പ. നിങ്ങളെങ്ങാനും മരിച്ചു പോയാൽ ആ നരകമുണ്ടല്ലോ, കല്ലാ ഇന്നഹാ ലദാ നസാഅത്തൻ ലിശ്ശവാ എന്ന നരകമുണ്ടല്ലോ, സൂറത്ത് മാരിജിൽ പറഞ്ഞ ആ നരകത്തിന്റെ പങ്കാളിയാകുന്നത് സഹിക്കാൻ എനിക്ക് കഴിയില്ല മുത്താപ്പ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ മുത്താപ്പ. മനുഷ്യരെ നിങ്ങൾ എന്ത് വ്യാഖ്യാനിച്ചാലും അപകടമാണ്. ജീവിതത്തിൽ ഇസ്ലാമിന് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാത്രം എന്താ മനുഷ്യരെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന് പിന്നെ ഒരാളെയും വിളിക്കാൻ അവകാശമില്ല. അബൂജഹൽ മനസ്സിലാക്കിയ തൗഹീദത നിങ്ങൾക്ക് എന്ത് പറ്റി പ്രിയപ്പെട്ടവരെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാ പിന്നെ മൊയ്തീൻ ഷൈനെ വിളിച്ചുകൂടാ എന്നാണ് അബൂജഹൽ മനസ്സ്. അതുകൊണ്ടാണ് സൂറത്ത് സ്വാദിൽ എന്തൊരത്ഭുതമാണിത് സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ശത്രുക്കളുണ്ട്, നേതാക്കന്മാരുണ്ട്, പ്രഗത്ഭരുണ്ട്. മൂത്താപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ എന്ന് പറയുമ്പോ പറയണെന്തറിയോ? വിളിക്കി മൂത്താപ്പാനോട് പല ആളുകൾ പറയാൻ, നിങ്ങൾ ഞങ്ങളുടെ നേതാവാ, നിങ്ങൾ ഇതുവരെ വത്തിനെ വിളിച്ചു, സുബാഹിനെ വിളിച്ചു, ഇബ്രാഹിം നബിയെ വിളിച്ചു. അതെ, അങ്ങനെ വിളിച്ചിട്ടല്ലാതെ മരിക്കല്ലേ. എന്നിട്ട് ഒടുവിലെന്തുണ്ടായി? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. ഇല്ല കൂട്ടരെ, ഇബ്രാഹിം നബിയെ വിളിച്ചുകൊണ്ട്, ഇസ്മായിൽ നബിയെ വിളിച്ചുകൊണ്ട്, മഹാന്മാരെ വിളിച്ചുകൊണ്ട്, ആ മില്ലത്തിലായിക്കൊണ്ട് നബിയുടെ മുത്താബ മരിച്ചു. പറയൂ,
ഇബ്രാഹിം നബിയെ വിളിച്ചു മരിച്ച നബിയുടെ മുത്താപ്പ നരകത്തിലാണെങ്കിൽ വൈദികനെ വിളിച്ചാൽ എങ്ങനെയാണോ സ്വർഗത്ത് പോവുക? എങ്ങനെയാണോ ഈമാനെ കിട്ടുക? എന്താണോ നീ ജനങ്ങളോട് പറയുന്നത്? എന്തിനാണ് നീ ജനങ്ങളെ വഞ്ചിക്കുന്നത്?